വാതിൽപ്പടി വിതരണക്കാർ സമരം പിൻവലിച്ചെങ്കിലും നാളെ മുതൽ വ്യാപാരികൾ കടയടച്ചിടുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ റേഷൻ വിതരണം സംസ്ഥാന സർക്കാരിന് വീണ്ടും തലവേദന. ഭക്ഷ്യമന്ത്രി GR അനിലുമായി ഇന്നലെ നടത്തിയ ചർച്ചയിലാണ് വാതിൽപ്പടി വിതരണക്കാർ 3 ആഴ്ചയായി നടത്തിവന്ന സമരം പിൻവലിച്ചത്. കുടിശ്ശിക തുക ഭാഗികമായി കൊടുത്തു തീർക്കണമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. ഇതനുസരിച്ച് ഒക്ടോബറിലെ മുഴുവൻ കുടിശ്ശികയും നവംബറിലെ 60% കൈമാറും. റേഷൻ ഭക്ഷ്യധാന്യ വിതരണം തടസ്സപ്പെടുന്ന പക്ഷം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ പറഞ്ഞു. 27 മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങാനിരിക്കെയാണ് കമ്മീഷന്റെ മുന്നറിയിപ്പ്. കാർഡ് ഉടമകൾക്ക് അർഹമായ ഭക്ഷ്യധാന്യ വിഹിതം ലഭ്യമാകാൻ തടസ്സമായി നിൽക്കുന്ന ഏതൊരു പ്രവൃത്തിയും ഗൗരവമായി എടുക്കും. മുന്നറിയിപ്പ് അവഗണിക്കുന്ന പക്ഷം കുറ്റക്കാർക്കെതിരെ നിയമ നടപടി നവീകരിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമുള്ള ഭക്ഷ്യാവകാശങ്ങൾ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ ചുമതലയാണ്. ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്തിക്കുന്നവരാണ് സമരം നടത്തിയിരുന്നത്. 51 കോടി രൂപയോളം കുടിശ്ശികയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരം. കഴിഞ്ഞ 1 മുതലാണ് സമരം ആരംഭിച്ചത്. അതേസമയം നാളെ മുതൽ റേഷൻ കടയുടമകൾ സമരം ആരംഭിക്കും. കടകൾ അടച്ചിടുന്നതോടെ വിതരണക്കാർക്ക് പുതിയ സ്റ്റോക്ക് എത്തിക്കാൻ സാധിക്കാതെ വരും. ഇത് സർക്കാരിന് പുതിയ തലവേദനയാകുമെന്നാണ് ആശങ്ക. അതിനിടെ റേഷൻ വിതരണം മുടങ്ങരുതെന്ന് ഭക്ഷ്യ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, മുൻഗണനാ കാർഡുകൾ കുറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നുള്ള റേഷൻ വിഹിതത്തെ ബാധിക്കും. അതുകൊണ്ടാണ് ഒഴിവുവരുന്ന കാർഡുകൾ അർഹരായവരെ കണ്ടെത്തി അവർക്ക് അനുവദിക്കുന്നത് എന്നും വ്യക്തമാക്കി.